ഇന്ത്യൻ ചക്രവാളത്തിൽ വസന്തത്തിന്റെ ഇടിമുഴക്കം കേട്ടു തുടങ്ങി. കർഷകരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഗ്രാമങ്ങളിൽ വിപ്ലവ താവളം സൃഷ്ടിച്ചും ദീർഘകാല യുദ്ധങ്ങളിൽ ഉറച്ചുനിന്നും ഗ്രാമപ്രദേശങ്ങളെ ഉപയോഗിച്ച് നഗരങ്ങളെ വളയുകയും കീഴടക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യൻ വിപ്ലവം മുന്നേറണം. ഇന്ത്യയിലെ മാവോയിസ്റ്റ് മുന്നേറ്റങ്ങളോട് 1967 മെയ് മാസം അവസാനം ചൈനയിലെ പീക്കിംഗ് റേഡിയോ പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു. ിൽ പശ്ചിമബംഗാളിലെ ഡാർജിലിംഗ് ജില്ലയിൽ നക്സൽബാരി എന്ന ഗ്രാമത്തിൽ മാവോയിസ്റ്റ് ആശയധാരയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തുടക്കമിട്ട സായുധ വിപ്ലവ മുന്നേറ്റം 60 വർഷത്തോടടുക്കുമ്പോൾ ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വർത്തമാനകാലം രക്തച്ചൊരിച്ചിലുകളുടെയും കീഴടങ്ങലുടേതുമാണ്. മാർച്ച് 31 ഇന്ത്യയെ പൂർണ്ണ നക്സൽ മുക്തമാക്കുന്ന ദിവസമായിരിക്കും അത്. കേന്ദ്രമന്ത്രി അമിത്ഷാ ഈയൊരു പ്രഖ്യാപനം നടത്തി 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഒരു കാലത്ത് ഇന്ത്യൻ ഗോത്രവർഗ മേഖലകളിൽ ആഴത്തിൽ വേരൂന്നിയിരുന്ന മാവോയിസം ഇന്നതിന്റെ അന്ത്യശ്വാസം വലിക്കുകയാണ്. ഈ 2 വർഷക്കാലത്തിനിടയ്ക്ക് നക്സൽ ബാധിതമെന്ന് ഭരണകൂടം രേഖപ്പെടുത്തിയ ഓരോ പ്രദേശത്തും 100 കണക്കിനു പേർ കൊല്ലപ്പെട്ടു. ബസ്തർ എന്ന മാവോയിസ്റ്റുകളുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം യുദ്ധഭൂമിയായി മാറി. ഇന്ത്യൻ ഭൂപടത്തിൽ ചോരച്ചുവപ്പിൽ അടയാളപ്പെടുത്തിയ ബസ്തർ കേന്ദ്രീകരിച്ചുള്ള ചുവന്ന ഇടനാഴിയിൽ ചോരപ്പുഴയൊഴുകി. 8 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടന്ന ചുവന്ന ഇടനാഴി ഇടുങ്ങി നേർത്ത വരകൾ പോലെയായി. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലെ ഉൾപാർട്ടി ആശയ പോരാട്ടത്തിനൊടുവിൽ 1967 മെയ് മാസത്തിൽ പശ്ചിമബംഗാളിലെ നക്സൽബാരി എന്ന ഗ്രാമത്തിലാണ് മാവോയിസത്തെ അടിസ്ഥാനമാക്കിയുള്ള സായുധ വിപ്ലവ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ചാരു മജുംദാർ, കനു സന്യാൽ, ജംഗൽ സന്തൽ എന്നിവർ ചേർന്നാണ് ഇന്ത്യയിലെ മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ആശയ അടിത്തറ ഒരുക്കിയത്. 1967 മെയ് 21 ജന്മിമാർക്കെതിരെ സായുധ സമരം ആരംഭിച്ചു. ഭൂവുടമകളെയും പണമിടപാടുകാരെയും ആക്രമിച്ച് ധാന്യങ്ങളും ഭക്ഷണവും കണ്ടുകെട്ടി കർഷകർക്ക് വിതരണം ചെയ്തു. ഗ്രാമത്തിന്റെ അധികാരം വിപ്ലവ സമിതികൾ ഏറ്റെടുത്തു. ജൂൺ 10 നാഗിൻ റോയ് ചൗധരി എന്ന ജന്മി കൊല്ലപ്പെട്ടു. മാവോയിസ്റ്റുകളുടെ സമാന്തര ഭരണം അവസാനിപ്പിക്കാൻ ഭരണകൂടം അന്ത്യശാസനം നൽകി. നക്സൽബാരിയിലെ സായുധ സമരം ഭരണകൂടത്തിന് മുന്നിൽ കീഴടങ്ങിയെങ്കിലും നക്സൽബാരിയിൽ നിന്ന് രൂപപ്പെട്ട സായുധ പോരാട്ടം എന്ന ആശയം നക്സലിസം എന്ന പേരിൽ കാട്ടുതീ പോലെ കത്തിപ്പടർന്നു. കോളേജ് വിദ്യാർത്ഥികളും കർഷകരും ആ ആശയധാരയുടെ ഭാഗമായി. നക്സൽബാരി സിന്ദാബാദ്, സായുധ സമരം സിന്ദാബാദ്, ഈ മുദ്രാവാക്യം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒരുപോലെ മുഴങ്ങി. തുടർന്ന് 10 കൊല്ലക്കാലം നക്സലൈറ്റുകൾ വേട്ടയാടപ്പെട്ടു. ചാരു മജുംദാർ 1972 ജൂലൈ 28 പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടു. എന്നാൽ ആന്ധ്രാപ്രദേശിലേക്കും ബീഹാറിലേക്കും നക്സൽ പ്രസ്ഥാനത്തിന്റെ വേരുകൾ പടർന്നു. ഭരണകൂട വേട്ടകൾ തുടർന്നപ്പോഴും 2000 അവസാനമാകുമ്പോഴേക്കും ഛത്തീസ്ഗഡ്, തെലങ്കാന, ഒഡീഷ, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു. ഇന്ത്യയിലെ ധാതുസമ്പന്നമായ ഗോത്രമേഖലകളുടെ 1/3 ഭാഗവും നക്സലുകൾ നിയന്ത്രിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. മാവോയിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള ജില്ലകൾ 126 എണ്ണമായി വളർന്നു. പലവിധ പിളർപ്പുകൾക്കൊടുവിൽ ഒരു വിഭാഗം ജനാധിപത്യ സംവിധാനങ്ങളെ അംഗീകരിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെങ്കിലും സായുധ പോരാട്ടം സ്വപ്നം കണ്ട ഗ്രൂപ്പുകൾ ഒന്നിച്ച് CPI മാവോയിസ്റ്റ് എന്ന സംഘടനയുടെ കീഴിലേക്ക് ഇക്കാലയളവിൽ അണിനിരന്നു. ധാതുസമ്പത്ത് നിറഞ്ഞ മേഖലകളിലെ മാവോയിസ്റ്റ് സ്വാധീനം ഇല്ലാതാക്കാൻ മാറി വന്ന ഭരണകൂടങ്ങൾ പ്രത്യേക സേനകളെ വിന്യസിച്ചു. കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഏറ്റുമുട്ടലിലേക്ക് എത്തി. രാജ്യത്ത് കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വേട്ട നടന്നത് 2024 20 കൊല്ലത്തിനിടയിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളിൽ 25%-ലേറെയും ഇക്കാലയളവിലാണ് ഏറ്റുമുട്ടലുകളിൽ മരിച്ചു വീണത്. ബീഹാറിലെയും ഛത്തീസ്ഗഡിലെയും ശക്തി കേന്ദ്രങ്ങളിലെല്ലാം ചോരപ്പുഴയൊഴുകി. പ്രമുഖ നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടു. ദളങ്ങളില്ലാതായി.
നിലനിൽപ്പ് ഭീഷണിയിലായതോടെ ഭരണകൂടം മുന്നോട്ടുവച്ച പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായി പലരും കീഴടങ്ങി. 2024 മാത്രം ഛത്തീസ്ഗഡിൽ 700-ലധികം മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഛത്തീസ്ഗഡിലെ നക്സലൈറ്റ് ചരിത്രത്തിൽ ഇതിനു മുമ്പൊരു വർഷം കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ ഏറ്റവും ഉയർന്ന സംഖ്യ 142 മാത്രമായിരുന്നു. ഈ കണക്ക് ഭരണകൂടത്തിന്റെ ഏകപക്ഷീയമായ വേട്ടയാണിപ്പോൾ നടക്കുന്നതെന്ന വിമർശനവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. മാവോയിസത്തിന് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്ന പിന്തുണ ആശയപരമല്ല എന്നതാണ് വാസ്തവം. ഭൂമി കയ്യേറ്റത്തിലും ആദിവാസി ചൂഷണത്തിലും ഭരണകൂട അവഗണനയിലും തട്ടിയാണ് ആ ജനത മാവോയിസ്റ്റുകൾക്കൊപ്പം ചേർന്ന് നിന്നത്. മാവോയിസ്റ്റ് വേട്ടയുടെ പേരിൽ കൊല്ലപ്പെട്ടവരിൽ ഏറിയ പങ്കും ആദിവാസി ഗോത്രവർഗ മേഖലകളിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിനകത്ത് സായുധ കലാപങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതല്ല ജനങ്ങളുടെ അവകാശങ്ങൾ. അത് അവകാശങ്ങൾ നിഷേധിക്കാനും അടിച്ചമർത്താനും ഭരണകൂടത്തിന് കൂടുതൽ ഇടം നൽകുക മാത്രമാണ് ചെയ്യുക. അപൂർണമെങ്കിലും ജനാധിപത്യപരമായ ഇടപെടലുകൾക്ക് മാത്രമേ ജനങ്ങളുടെ അവകാശങ്ങൾ ഈ ഒരു സംവിധാനത്തിൽ നിറവേറ്റാൻ കഴിയൂ. വിപ്ലവം തോക്കിൻകുഴലിലൂടെ എന്ന ആശയധാര മനുഷ്യൻ നിലനിൽക്കുന്നിടത്തോളം ഏറിയും കുറഞ്ഞും ലോകക്രമത്തിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. ആധുനിക ലോകത്തിൽ അതൊരു മൂഢസ്വപ്നമാണെങ്കിലും